الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقوله تعالى فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും മുഅ്മിനുകളായി മുത്തഖികളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ആമുഖമായി ഉപദേശിക്കുകയാണ്. എന്തൊരു ചൂട് അല്ലേ! AC ഇട്ട കാറിൽ വന്നിട്ട് പോലും എന്തൊരു ചൂട്! നമ്മളൊക്കെ പറയുന്നതാണ്, ഓരോ ദിവസവും പല ആവർത്തി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാ അശദ്ദു ഹാദിൽ ഹർ. പക്ഷേ നമുക്കറിയാം, ചൂടും തണുപ്പും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ സത്യങ്ങളാണ്. അതിലൊക്കെയും അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. ഖൽഖുല്ലാഹ് വ ആയാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. സൈഫുൻ വശിതാഉൻ ലൈലുൻ വനഹാറുൻ കുല്ലുഹും മിൻ ആയാത്തില്ലാഹ് വകുല്ലുഹും മിൻ ഖൽഖില്ലാഹ്. ഫി കുല്ലി ആയാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഏതൊരു സൃഷ്ടിപ്പിലും ഏതൊരു ആയത്തിലും രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും. മൻഫഅത്തുൻ ലിൽ ഇബാദ് വ മദ്റസത്തുൻ ലിൽ ഖുലൂബ്. മനുഷ്യന് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുള്ള ഉപകാരമുണ്ടാകും, അതോടൊപ്പം തന്നെ ഹൃദയങ്ങൾക്കുള്ള പാഠമുണ്ടാകും. സൈഫ് അങ്ങനെ തന്നെയാണ്. ചൂടുകാലം അതിൻ്റെ ശക്തി പ്രാപിക്കും തോറുമാണ് അതിൻ്റെ ഉൽപാദനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ശരിയാകുന്നത്. പക്ഷേ അതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് ഈ കഠിനമായ ചൂടിലൂടെ അവന്റെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ. എന്താണ്? അവന്റെ ഹൃദയങ്ങളെ, ഉറങ്ങിക്കിടക്കുന്ന അശ്രദ്ധമായ ഹൃദയങ്ങളെ ഉണർത്താൻ പാകപ്പെട്ടതാണ് ചൂട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാളും വലിയൊരു ചൂടിലേക്ക് നമ്മളെ എല്ലാവരെയും നയിച്ചു കൊണ്ടുപോകാനിരിക്കുന്നുണ്ട്. ഹഖീഖത്തുൽ ആഖിറ, പരലോകമെന്ന യാഥാർത്ഥ്യം, അവിടത്തെ ഒരു ചൂട് എല്ലാ മനുഷ്യരെയും സൂര്യൻ ഒരു ചാണ് മുകളിൽ നിൽക്കുന്ന അവസ്ഥയിൽ യാതൊരു മറയുമില്ലാത്ത തുറന്ന ഗ്രൗണ്ടിൽ വിചാരണക്കായി കൊണ്ടുവരുന്ന ഒരു ദിവസത്തെ ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു മൂമിനിന്റെ ഹൃദയത്തിൽ ചൂടിന്റെ കാഠിന്യം, വിഷമം സൃഷ്ടിക്കുമ്പോ അവന്റെ ഓർമ്മയിലേക്ക് കടന്നു വരേണ്ടതാണത്. തഖ്രീബുൽ ഹാലിൻ നാസി ഫിൽ ആഖിറ, പരലോകത്ത് മനുഷ്യന്റെ ആവശ്യത്തിനും അവന്റെ അവസ്ഥയോട് ചില സാമ്യങ്ങളുണ്ട് എന്നതാണ്. നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുദ്ന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്, സൂര്യൻ സൃഷ്ടികളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ദിവസം. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ ഫയകൂനു الناس വലാ ഖദ്രി അമാലിഹിം ഫിൽ അർദ്,
അടുത്തൊരു മൈൽ ദൂരത്തിലുണ്ടാകും. അങ്ങനെ ആ ദിവസം ഓരോ ആളുകളും അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കും. എന്നിട്ട് പ്രവാചകൻ അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവന്റെ മൂക്കുവരെ അവൻ മുങ്ങിക്കിടക്കും. എങ്ങനെ? അലാ ഖദ്രി അഅമാലിഹിം, അവരുടെ അമലുകൾ അനുസരിച്ച്. ആ ഒരു കാലത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ. ആ ഒരു ദിവസത്തിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിക്കാൻ ഈ ചൂട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താണ്? അവിടെ ചില തണലുകളുണ്ട്. അതാണ് നമുക്കത് നൽകേണ്ട പാഠം. അതിന്റെ മോട്ടിവേഷൻ എന്താ? അതിന്റെ റിസൾട്ട് എന്താ? അവിടെ അള്ളാഹ് ചില തണലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ചില ഷെയ്ഡുകൾ ഉണ്ട്. ആ സൂര്യന്റെ അതികഠിനമായ കഠോരമായ ചൂടിന്റെ കീഴെ നിൽക്കുന്ന അടിമകളിൽ നിന്ന് ചില ആളുകൾക്കല്ല ചില ഷെയ്ഡുകൾ കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളുടെ ബിൽഡിങ്ങിന്റെ ചുറ്റുപാടും ഗ്രൗണ്ടുകളിൽ ഈ കടുത്ത ചൂടിലാണ് നമ്മുടെ കാറുകൾ പാർക്ക് ചെയ്യുന്നത്. എത്ര പെട്ടെന്നാണ് വിലപിടിപ്പുള്ള അതിന്റെ പെയിന്റുകൾ എന്തായി പോകുന്നത്, നരച്ചു പോകുന്നത്. അപ്പൊ കാരണം ചില ബിൽഡിങ്ങുകാര് ചുറ്റും ഇങ്ങനെ ഷെയ്ഡ് നിർമ്മിക്കും. എന്നിട്ട് എക്സ്ട്രാ റെന്റ് നമുക്ക് തരും. ഒരു 5 ദിനാറ്, 10 ദിനാറ്, അല്ലെ ഒരു 150 ദിനാറ് കൊടുത്ത് അങ്ങക്ക് ഒരു പാർക്കിംഗ് വാങ്ങാം. അള്ളാഹുവിന്റെ അടുക്കൽ ആ ദിവസം ആർക്കും ലാ തശ്തരി ആദിഹി ളില്ലത്തി ബിദീറാരിൻ വലാ ദിർഹമിൻ, ദീനാറ് കൊടുത്തും ദിർഹം കൊടുത്തും വാങ്ങാൻ പറ്റാത്ത ചില തണലുകളുണ്ട് സഹോദരന്മാരെ. അവിടെ ആ തണലുകൾ നേടാൻ ഈ ആയുസ്സും ഈ ആയുസ്സിലെ അനുഭവങ്ങളും നമ്മളെ സഹായിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖാല സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ല. അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ 7 ആളുകൾക്ക്, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അന്ന് തണൽ പ്രൊവൈഡ് ചെയ്യും. അതിലൊരാളാവാൻ എനിക്ക് സാധ്യതയുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അതേപോലെ തന്നെ വശാബുൻ നശഅ ബി ഇബാദത്തില്ലാ. സുബ്ഹാനല്ലാഹ്, എത്ര ചെറുപ്പക്കാരാണ് ബാങ്ക് കൊടുക്കുമ്പോഴും പള്ളിയിലേക്ക് ഓടിക്കയറി വരുന്നത്. ആരും അവരെ വിളിച്ചിട്ടില്ല. അറിയുമോ? ബശ്ശിറൂ യാ ശബാബ്, നിങ്ങൾ സന്തോഷിക്കുക. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, യുവത്വത്തിന്റെ തിളതിളപ്പിൽ അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്ന യുവാക്കൾ, അവർക്കവിടെ അല്ലാഹു ളില്ല് കൊടുക്കും. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദ്, ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം പള്ളിയുമായി കണക്റ്റഡ് ആണ്. അവന് പള്ളിയിൽ സമയത്തെ വരുള്ളൂ, പക്ഷേ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അവന്റെ മനസ്സിലുണ്ടാകും. മുറിയാത്ത ബന്ധം അവർക്ക് അല്ലാഹു കൊടുക്കും. അതേപോലെ തന്നെ ഒരു ഫഖാല, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ, ഒരു പുരുഷൻ, ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഒരു കുലീനതയുള്ള സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരി അവളുടെ ആവശ്യത്തിന് വേണ്ടി അവന് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, തആൽ, വാ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹനെ പേടിയാ എന്ന് പറഞ്ഞവൻ ഒഴിവായി. അവനുണ്ട്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ, ഒരു മനുഷ്യൻ അവൻ ധർമ്മം ചെയ്യുന്നു, പക്ഷെ അവൻ അത് ഗോപ്യമാക്കി വെച്ചു. അത് സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല, ഫോട്ടോ എടുത്തിട്ട് മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചിട്ടില്ല, ആരും അറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല. രഹസ്യമായി ധർമ്മം ചെയ്യാൻ വളരെ പാടാണ് സഹോദരന്മാരെ. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, മറ്റൊരാൾക്ക് അവിടെ ഷെയ്ഡ് കിട്ടുന്ന, തണല് കിട്ടുന്ന മറ്റൊരാള്, ഒരു മനുഷ്യൻ ദക്കറല്ലാഹ ഖാലിയൻ, ആരും കാണാതെ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്തു. ഫഫാദത് ഐനാ, അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത്, അതിനനുസരിച്ച് ഞാൻ അള്ളാഹുവിന് വിധേയനാകുന്നില്ലല്ലോ, നന്ദിയുള്ളവനാകുന്നില്ലല്ലോ എന്നോർത്ത്, മരണത്തെക്കുറിച്ച് ഓർത്ത്, മരണാനന്തരം അള്ളാഹുവിൻ്റെ സപ്പോർട്ടല്ലാത്തൊരാളുടെയും സപ്പോർട്ടില്ലാത്ത ആ കബറിലെ നീണ്ട ജീവിതത്തെക്കുറിച്ച് ഓർത്ത്, ഫാമിലിയുമായി ഇവിടെ ജീവിച്ച ആളുകൾ, കുട്ടികൾ വലുതാകുമ്പോൾ നാട്ടിലേക്ക് ഫാമിലികളെ വിടുന്ന ആ ബ്രേക്ക് കാലഘട്ടം ഉണ്ടല്ലോ, ഒറ്റക്ക് സ്വന്തം ഒരു ഫ്ലാറ്റിൽ
എത്ര പ്രയാസമാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ആ സുഖകരമായ ആ ബെഡിൽ ഉറങ്ങാൻ. പക്ഷെ ഉറക്കം വരുന്നില്ല. ഏകാന്തത. ഒരു വെള്ളമുറ്റുന്ന ഒച്ച കേട്ടാൽ പോലും ഞെട്ടി ഉണരും. ആരുമില്ല, വേറെ ആരുമില്ല. ആ ഏകാന്തത സഹിക്കാൻ കഴിയാത്ത നമ്മൾ ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന അവസ്ഥ. അവിടെ പടച്ചോനെ, നിന്റെ മലക്കുകൾ എനിക്ക് കൂട്ടില്ലെങ്കിൽ, എന്റെ അമലസാലിഹാത്തുകൾ എനിക്ക് കൂട്ടില്ലെങ്കിൽ, നിന്റെ സ്വർഗത്തിന്റെ വാതിൽ എന്റെ ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഒന്ന് തുറന്നിട്ടിട്ടില്ലെങ്കിൽ, നിന്റെ വെളിച്ചമല്ലാതെ വെളിച്ചമില്ലെങ്കിൽ ഞാൻ ഒറ്റക്കായി പോകില്ലേ എന്നോർത്ത്, അങ്ങനെ അള്ളാഹ്നോർത്തവർ കരയുന്നു. സഹോദരന്മാരെ, ആ ആളുകൾക്ക് അള്ളാഹു എന്തു ചെയ്യും? അള്ളാഹു തണല് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെ ആ തണല് കിട്ടാനുള്ള മറ്റൊരു മാർഗം എന്താണെന്നറിയോ? ബുദ്ധിമുട്ടുള്ളവൻ അവന്റെ ബുദ്ധിമുട്ടിൽ ഒരു എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക. കടം തരാനുണ്ട്, പക്ഷെ നമുക്കറിയാം അവന്റെ കടം ഇപ്പൊ തരാൻ പറ്റുന്ന സന്ദർഭത്തിലല്ല അവൻ. അതുകൊണ്ട് കുറച്ചുകൂടി അവനെ വീട്ടിക്കൊടുത്ത്, കുറച്ചുകൂടി നീട്ടിക്കൊടുത്ത് അവനൊരു ആശ്വാസം ഉണ്ടാകുന്നത് വരെ കാത്തിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അൻ അബിൽ യസരി ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ അൻദറ മുഅ്സിറൻ, ഒരു പ്രയാസപ്പെടുന്നവന് അവധി നീട്ടിക്കൊടുത്തവൻ, ഔ വളഅ അൻഹു, അതല്ലെങ്കിൽ അവന് വിട്ടുകൊടുത്തേച്ചവൻ, അളല്ലഹുല്ലാഹു ഫി ളല്ലി, അള്ളാഹുവിന്റെ തണലിന് അതിന് അന്ന് തണൽ അള്ളാഹു കൊടുക്കും. സഹോദരന്മാരെ, എന്തൊരാശ്വാസമായിരിക്കും ആ തണൽ. അതുകൊണ്ട് അത്തരം തണലുകൾ നേടാൻ കഴിയുന്ന പ്രാപ്തമായ ജോലികളിൽ ഏർപ്പെടാനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കണിശത പുലർത്തേണ്ടത്. അള്ളാഹു അത് ലഭിക്കുന്ന സത്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, വീണ്ടും എന്തൊരു ചൂട്! എപ്പോഴാണ് നമ്മൾ പറയല്? ചൂടാണ്, കഠിന ചൂടാണ്. എപ്പോഴാ പറയാ? പള്ളിയിലേക്ക് പോകാൻ വിചാരിക്കുമ്പോൾ, അള്ളാഹിൻ്റെ ദീന് പഠിക്കാനുള്ള ഒരു ക്ലാസ്സിലേക്ക് വിളിക്കപ്പെടുമ്പോൾ, കുറച്ച് അപ്പുറത്തേക്ക് നടക്കണം, തൊട്ടടുത്തുണ്ട്, ചൂടാണ്. എന്താ ഇപ്പം നിങ്ങളെ മലയാള ഖുത്ബ നടക്കുന്ന പള്ളിയിൽ കാണാത്തത്? ചൂടല്ലേ? ഇബാദത്തുകളിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലും ചൂട് തടസ്സമാകുന്നവർ, അവരെ അള്ളാഹു ആരോടാണ് ഉപമിച്ചതെന്നറിയോ? ചൂട് വിശ്രമിക്കാനുള്ളതല്ല, ഒളിച്ചിരിക്കാനുള്ളതല്ല, ഉറങ്ങിത്തീർക്കാനുള്ളതല്ല, മറിച്ച് അത് അമലുൻ ജുഹുദുൻ, കഠിനമായ പ്രയത്നങ്ങളിൽ ഏർപ്പെടാനുള്ളതാണ് കാലം. കാരണം അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ചൂടും തണുപ്പും മാറിക്കൊണ്ടിരിക്കും, അത് നമ്മുടെ കയ്യിലല്ല. എന്നാൽ ചൂട് നിമിത്തം ഉത്തരവാദിത്തങ്ങളും ഇസ്ലാമികമായ ബാധ്യതകളും ഇബാദത്തുകളും നിർവഹിക്കുന്നതിൽ പിന്മാറുന്നവരെ അള്ളാഹു മുനാഫിക്കുകളോടാണ് ഉപമിച്ചത്. റസൂലിന്റെ കാലത്ത് തബൂക്ക് യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ആ പ്രഖ്യാപിക്കപ്പെട്ട നേരത്ത് മുനാഫിക്കുകളായ ചില ആളുകൾ പറഞ്ഞ വാക്ക് ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. അവർ പോയില്ല, വീട്ടിലിരുന്നു. ചില ആളുകൾ വീട്ടിലിരുന്നു. എന്നിട്ട് പരസ്പരം പോകാൻ വിചാരിച്ചവരോട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറയട്ടെ, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂല് പറഞ്ഞതിന് വിപരീതമായി അവരവരുടെ കൂടാരങ്ങളിൽ പിൻവലിഞ്ഞിരുന്നു കളഞ്ഞവർ. അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ അവർ വെറുത്തു. എന്നിട്ടോ അവർ പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർ, ഈ ചൂടത്ത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞേ? ലാ തൻഫിറൂ ഫിൽ ഹർ, ഈ ചൂടിൽ നിങ്ങൾ പോകരുതേ. പിശാചു പറയും, പെണ്ണുങ്ങൾ പറയും, മക്കൾ പറയും, സുഹൃത്തുക്കൾ പറയും,
അപ്പോ അള്ളാഹ് അവർക്ക് കൊടുത്തൊരു മറുപടിയുണ്ട് മുഅ്മിനിന് ഏറ്റുപറയാൻ. എന്താണ് ആ മറുപടി? ആ മറുപടി എന്താ? ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. ഖുൽ, നീ അവരോട് പറയുക, നാറു ജഹന്നം അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. നരകത്തിന്റെ ചൂടേ അതിനേക്കാളും കട്ടിയുള്ളതാ, അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ. സഹോദരന്മാരെ, രണ്ടാമത്തേത്, ഈ ചൂടിൽ എന്തൊരു കർമ്മം ചെയ്യുന്നുവോ, അള്ളാന്റെ മാർഗത്തിലായി ഹലാലായ ഒരു കാര്യം, കുടുംബത്തിനെ പോറ്റാൻ അല്ലേ, ചൂടത്ത് പോകുന്ന ആളുകള് വേർത്തൊലിക്കുമ്പോ മക്കളെയും കുടുംബത്തെയും ഒക്കെ ചിലപ്പോ ശപിച്ചു പോവും. ഈ മൊയ്സക്കൊന്നും മക്കളൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. എത്ര കൂളായാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ ബൈക്കുകളും അവരുടെ ആഡംബരങ്ങളും അവരുടെ ടൂറുകളും. പടച്ചോനെ എന്ന് പറഞ്ഞു പോകുന്ന ചില നേരണ്ട്. അറിയുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആണതൊക്കെ. നിങ്ങളുടെ നിയ്യത്ത് നന്നായ ഒരിക്കോ ഒരു മനുഷ്യനെ കണ്ടു, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന ആളുകൾ പറഞ്ഞു, ആ മനുഷ്യന്റെ കഠിനമായ ആത്മാർത്ഥതയും പരിശ്രമവും കണ്ടിട്ട് അവര് പറയാണ്, ഹോ എന്തൊരു ഉന്മേഷമാണ് അയാൾക്ക്. അതെങ്ങാനും അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു യുദ്ധത്തിലായിരുന്നുവെങ്കിൽ. അവരാശിച്ചു പോയതാ, എത്ര കൂലി ഉണ്ടാവും, ഭയങ്കര ഉഷാറായിട്ട് അദ്ദേഹം പണിയെടുക്കുന്നു. ഇത് പറഞ്ഞപ്പോ ഖാലു യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്. അവര് പറയാ, അള്ളാന്റെ റസൂലെ നോക്ക്, അതെങ്ങാനും ഒരു അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു യുദ്ധത്തിനായിരുന്നെങ്കിൽ അയാളുടെ ആ എനർജിയും സ്കില്ലൊക്കെ യൂസ് ചെയ്യുന്നത്. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ റസൂൽ പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ. ആ മനുഷ്യൻ തന്റെ ചെറിയ കുഞ്ഞിന്റെ വിഷയത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാന്റെ മാർഗത്തിൽ തന്നെയാണ്.